ഹലോ, ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആട്ടോ. ഇതിൽ നമ്മൾ പൈപ്പ് ക്ലീനർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു യെല്ലോ കളറ് പൈപ്പ് ക്ലീനർ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ ഒരു ഒറ്റ പൈപ്പ് ക്ലീനർ കൊണ്ട് ഒരു 5 ഇതിലുള്ള ഫ്ലവർ ആയിട്ടാട്ടോ ഞാനിവിടെ അത് ഇങ്ങനെ വളച്ചെടുക്കണത്. ഈ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ഇത് പോകണം ഈക്വൽ അളവിൽ പെറ്റൽസൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ, കുറച്ചും കൂടി ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൂവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? ഇനി നമുക്ക് വേണ്ടത് അതിനൊരു സ്റ്റെമ്മ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ഇതുപോലെ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ഞാൻ ഈ പൂവിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചുറ്റുന്ന അനുസരിച്ച് അത്യാവശ്യം ഇത് നല്ല കട്ടിക്ക് ടൈറ്റായിട്ട് ഇരുന്നോളും. കണ്ടോ ഇതുപോലെ. അപ്പോൾ പൂവിൻ്റെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ പൂവിന് കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു വാട്ടർ കളർ പാലറ്റിൽ നിന്ന് ഒരു ഓറഞ്ച് കളർ ഞാൻ ഇതിൻ്റെ നടുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് കളറുള്ളതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട കളർ കൊടുക്കുക. ഓറഞ്ച് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഓറഞ്ച് കിട്ടി, ഞാൻ അത് അടിച്ചു കൊടുത്തു കേട്ടോ. അത് അടിച്ചു കൊടുത്ത് നല്ല അടിപൊളിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ നടുക്ക് ഞാനൊരു വെള്ള കളറ് ബീഡും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബീഡോ സ്റ്റോണോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ വൈറ്റ് കളർ ബീഡായിട്ട് ഒട്ടിച്ചു കൊടുത്തേ. അത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ ആ പൂവിൻ്റെ ലുക്കൊന്ന് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കുറച്ച് അധികം ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇത് ഒരുമിച്ച് വെക്കുമ്പോൾ കാണാൻ അടിപൊളിയാട്ടോ. കണ്ടോ ഇതുപോലെ. അതിന് ശേഷം നമുക്കിനി പൂവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടാട്ടോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടിന്നില്ലേ, അത് ടോപ്പ് പോർഷൻ കുറച്ച് കട്ട് ചെയ്തിട്ട് എടുത്തു. ഓൾറെഡി ഞാൻ കുറച്ച് പൈപ്പ് ക്ലീനർ അതിനകത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ലൈറ്റ് കളർ ബ്ലൂ കളറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ആ പോട്ടിൻ്റെ സെയിം ഹൈറ്റിനുള്ള ചെറിയ ഒരു അല്പം കൂടി കൂടുതലുള്ള പൈപ്പ് ക്ലീനർ മതി കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിത്തെയും കൂടി പൈപ്പ് ക്ലീനർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഒട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാ നമ്മുടെ B7000 ഗ്ലൂ ആട്ടോ ഉപയോഗിക്കണേ. അത് ഉപയോഗിച്ച് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ടൈം എടുക്കും ഇത് ഒട്ടാനാണെങ്കിൽ. ഗ്ലൂ ഗണ്ണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടി കഴിയും. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പോട്ട് കാണാൻ ഇതുപോലാണ്. ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇലകളാട്ടോ ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഞാനൊരു 2 എണ്ണം എടുത്ത് ക്രോസ് ആയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ഒരു ഇലയുടെ ഷേപ്പ് കിട്ടും കേട്ടോ. കണ്ടോ? അത് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് വെച്ചൊന്ന് കെട്ടണം. ഇങ്ങനെ കെട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇലയുടെ ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതിലുള്ളതിൽ ഇച്ചിരി ഒരു നീളം കൂടിയ ഒരു പൈപ്പ് ക്ലീനർ വെച്ച് അതൊന്ന് മുറുക്കി ടൈറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതേ കണ്ടോ, നമുക്ക് ആ ഇലയുടെ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ, ഇല കാണാൻ. ഇനി ഇതുപോലെ ഞാനൊരു 5 ഇലകൾ ഉണ്ടാക്കിയിട്ട് കേട്ടോ. അത് ഞാൻ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ B7000 പശ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഇത് ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ പോട്ടിൻ്റെ ലുക്ക് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇനി വേണ്ടത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മുടെ പൂവ് ഞാൻ ഒരുമിച്ചൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ടിലേക്ക് വെക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഇതൊന്ന് ടൈറ്റായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ എന്തെങ്കിലുമൊക്കെ കൊടുത്തൊന്ന് ടൈറ്റാക്കി വെക്കണം. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ കുറച്ച് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മുടെ പൂവിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അത് വെച്ചിട്ട് ആ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ അത് ടൈറ്റായിട്ട് ഇരുന്നോളും, അനങ്ങൂല കേട്ടോ. കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ ന്യൂസ് പേപ്പറിൻ്റെ ആ പോർഷനൊക്കെ ഞാൻ ആ ഗ്രീൻ കളർ പൈപ്പ് ക്ലീനർ വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്തും കൊടുത്തു. അപ്പോൾ ആ ന്യൂസ് പേപ്പറൊന്നും നമുക്ക് പുറത്തും കാണൂല കേട്ടോ. കണ്ടോ ഇത് പോകണം. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്താലോ. എനിക്ക് ബ്ലൂ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ബ്രൗൺ കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബ്രൗൺ കളർ എൻ്റെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ
വാട്ടർ കളർ പാലറ്റിൽ നിന്ന് ഒരു ബ്രൗൺ കളറ് ചൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിനൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് പാടാണ് ഇങ്ങനെ അടിക്കുമ്പോൾ എല്ലായിടത്തും എത്താനായിട്ട്. എന്നാലും ഞാൻ എൻ്റെ പോട്ടിന് ഫുള്ളും ആ കളറ് ഒരു ബ്രൗൺ കളർ കൊടുത്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ പോട്ട് ഇതുപോലുണ്ട്. അപ്പം എന്നാലും കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ബീഡ്സും കൂടി ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പോട്ടിൽ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗമ്മ പോട്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തേച്ചിട്ട് ആ ഭാഗങ്ങളിലൊക്കെ ഓരോ വെള്ള കളർ ബീഡ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഫ്ലവർ പോട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല രസമല്ലേ കാണാൻ? നമുക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ടൈമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പിള്ളേർക്ക് വെക്കേഷൻ ടൈമൊക്കെയാണ്, കുറച്ച് പൈപ്പ് ക്ലീനർ ഉണ്ടെങ്കിൽ ഒരു 3-4 കളേഴ്സ് മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.